പത്മകുമാറിനെ പോലുള്ള ഒരാൾ ഇങ്ങനെ പ്രതികരിക്കരുത്. പെട്ടെന്നുള്ളൊരു വികാരമായിരിക്കും, സ്പർ ഓഫ് ദി മൂവ്മെൻ്റ് ആയിരിക്കും. പക്ഷേ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണല്ലോ, മനസ്സിനെ മാറ്റുക എന്നുള്ളതാണല്ലോ. മനസ്സ് പലപ്പോഴും പതറിപ്പോകും. അതല്ല ഇങ്ങളോട് പറയുക എന്നുള്ളതല്ലല്ലോ പ്രശ്നം. അവിടെയാണല്ലോ ഒരു സ്വാഭാവിക പ്രതികരണം എന്തൊക്കെ നടത്താം, എന്തൊക്കെ നടത്തിക്കൂടാ എന്നതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകണം. നിങ്ങൾക്ക് എന്തും പറയാം, അതിൽ പ്രശ്നമില്ല. പണ്ട് എം കെ ദാമോദരൻ വക്കീൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാത്തോട് തുടങ്ങുമ്പോൾ എന്നോട് പറഞ്ഞത്, കോടതിയിൽ എന്തും പറയാൻ പാടില്ല, പക്ഷെ ആദ്യം പഠിക്കേണ്ടത് എന്ത് പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർക്കും ബാധകമാണ്. സമൂഹത്തിൻ്റെ മുമ്പിൽ എന്ത് പറഞ്ഞുകൂടാ എന്നുള്ളത് ആദ്യം പഠിക്കണം. കാരണം ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മൾ പ്രതീക്ഷിച്ചത് ജില്ലയിൽ നിന്ന് ബാലേട്ടൻ പോകുമ്പോൾ മറ്റൊരു സെക്രട്ടേറിയറ്റ് മെമ്പറെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എം പി രാജനെ പോലെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരായിട്ടും അതെന്തുകൊണ്ട് പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളൊരു ഇല്ലേ? അതിനാണ് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞത്. അതായത് ഒരു പെട്ടി ക്രീമായിട്ടുള്ള സഖാക്കളുണ്ട്, ഓരോരുത്തരെയും അക്കമഡേറ്റ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 3 ആളുടെ ഒഴിവാണല്ലോ ഉള്ളത് ഞങ്ങളുടെ. അതെ, കണ്ണൂരിൽ നിന്ന് ഒരു വനിതാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഇല്ല. അതുപോലെ കേന്ദ്ര കമ്മിറ്റി മെമ്പർക്ക് പങ്കെടുക്കാം എന്നുള്ളതാണല്ലോ. സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക സ്റ്റാറ്റസാണ്.